കോൺഗ്രസിലേക്കെന്ന വാർത്ത നിഷേധിച്ച് പി.കെ. ശശി. CPM-ലുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സൈബർ ആക്രമണം നടത്തുന്നവരാണ് കോൺഗ്രസിലേക്ക് പോകുന്നെന്ന പ്രചാരണം നടത്തുന്നത്. പാർട്ടിയിലേക്ക് വരണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ആഗ്രഹമുണ്ടാകാം. ആരോടും വ്യക്തിപരമായി കുടിപ്പകയില്ലെന്നും താൻ എന്നും CPM ആണെന്നും പി.കെ. ശശി പറഞ്ഞു. ഞാനിപ്പോൾ CPM-ലാണ്. പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ CPM-ലാണെന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണല്ലോ നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാനിപ്പോൾ കോൺഗ്രസിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. എനിക്ക് അവരെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല. ഞാൻ ആ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ല. എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധമാണ്. രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല. പി.കെ. ശശിക്ക് UDF-ൽ വരാൻ അയോഗ്യതയില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിലെ പല CPM നേതാക്കളുമായും കോൺഗ്രസ് ചർച്ച നടത്തിയിട്ടുണ്ട്. CPM-നെ വേണ്ടാത്തവരുമായ നേതാക്കളെ സ്വാഗതം ചെയ്യുന്നെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. സാജിദ് അച്ചമ്മൽ ചേരുന്നുണ്ട്. സാജിദ്, വെള്ള ഷർട്ട് പി.കെ. ശശിക്ക് കൂടുതൽ ചേരുന്നുണ്ടെന്നായിരുന്നു ഇന്നലെ VK ശ്രീകണ്ഠൻ MP പറഞ്ഞത്. ഇന്ന് അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുകയാണോ പി.കെ. ശശി? ഈ പി.കെ. ശശി കോൺഗ്രസിലേന്റെയും UDF-ന്റെയും ഭാഗമായി പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ ചില സൂചനകളാണ് ഇന്നലെ നടന്ന പരിപാടിയിൽ ഉണ്ടായത്. മണ്ണാർക്കാട് നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണ്. ഇവിടെ ഈ പരിപാടിയിലേക്ക് പി.കെ. ശശിയെ ആദ്യം ക്ഷണിച്ചിരുന്നില്ല. അതായത് ഈ കൗൺസിൽ യോഗത്തിൽ ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. P.K. കുഞ്ഞാലിക്കുട്ടി, VK ശ്രീകണ്ഠൻ, N. ശംസുദ്ദീൻ എന്നിവരുടെ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നോട്ടീസ് അടിച്ച് വന്നപ്പോഴാണ് ഈ KTDC ചെയർമാനും CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ പി.കെ. ശശിയുടെ പേര് കൂടി വരുന്നത്. ഇതിനെതിരെ CPM ആണ് രംഗത്ത് വന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പ്രാദേശിക CPM നേതാക്കളും പി.കെ. ശശിയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. ഇതേ തുടർന്നാണ് ഇന്നലെ അദ്ദേഹം ഒരു വെള്ള ഷർട്ട്, സാധാരണയിൽ നിന്ന് വിപരീതമായി വെള്ള ഷർട്ട് ഇട്ട് വന്നത്. ആ സമയത്ത് തന്നെ N. ശംസുദ്ദീനും VK ശ്രീകണ്ഠനും ഈ വെള്ള ഷർട്ട് നന്നായി ചേരുന്നുണ്ട് എന്നുള്ളത്, ഇത് ഇനി സ്ഥിരം ഈ വെള്ള ഷർട്ട് ആക്കണം എന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഇതേ തുടർന്നാണ് പി.കെ. ശശി ഈ കോൺഗ്രസിലേക്ക് പോകുമോ, UDF-ന്റെ ഭാഗമാകുമോ എന്ന ചർച്ച കൂടുതൽ സജീവമായത്. ഇന്ന് ഈ വാർത്തകളെ പി.കെ. ശശി പൂർണ്ണമായി തള്ളുകയാണ്. താൻ CPM-ന്റെ ഭാഗമായി നിൽക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. VK ശ്രീകണ്ഠൻ ഏറ്റവും അവസാനമായി നടത്തിയ പ്രസ്താവന പ്രകാരം ഈ പി.കെ. ശശി കോൺഗ്രസിന്റെ ഭാഗമാകുന്നതിൽ, UDF-ന്റെ ഭാഗമാകുന്നതിൽ യാതൊരുവിധ അയോഗ്യതയും ഇല്ല എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ശശിയെ കൂടാതെ മറ്റ് പലരും ഈ തെരഞ്ഞെടുപ്പ് ആകുന്നതോടുകൂടി ഈ തങ്ങളുടെ ഭാഗമാകും, കോൺഗ്രസിന്റെ ഭാഗമാകും എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ചില ആളുകൾ കോൺഗ്രസിന്റെ ഭാഗമായി, UDF-ന്റെ ഭാഗമായി വരും എന്നുള്ള സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. സച്ചിൻ. ശരി, സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.